ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് മൻമള. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ 10 വയസ്സുകാരനെ മധ്യവയസ്കൻ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കിയപ്പോൾ പുനലൂരിൽ 7 വയസ്സുകാരിയാണ് 61കാരന്റെ പീഡനത്തിനിരയായത്. ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചു. പ്രദേശവാസികളുടെ അവസരോചിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവായി. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പുനലൂർ നഗരസഭ പരിഗണന അർഹിക്കുന്നവർക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും അടങ്ങുന്ന കിറ്റ് വീടുകളിലെത്തി വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. 7 വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കിയ 61കാരൻ അറസ്റ്റ്. കാര്യറ സർക്കാർ മുഖ സ്വദേശി ഹനീഫയാണ് പുനലൂർ പോലീസ് പിടിയിലായത്. പുനലൂർ കാര്യറ സർക്കാർ മുക്കിലാണ് 7 വയസ്സുള്ള പെൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വിധേയനാക്കിയത്. പറങ്കിമാമ്പിള വീട്ടിൽ ബലൂൺ ഹനീഫ എന്ന് അറിയപ്പെടുന്ന ഹനീഫയാണ് 7 വയസ്സുള്ള പെൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയത്. 13-ാം തീയതി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കുട്ടിയെ ഹനീഫ കണ്ടത്. കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി മന്നമ്പിള തോട്ടത്തിൽ കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കുകയായിരുന്നു. രക്ഷിതാക്കളോട് പരാതി പറയുകയും തുടർന്ന് പുനലൂർ പോലീസിൽ അവർ പരാതി നൽകുകയുമായിരുന്നു. 13-ാം തീയതി വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങിപ്പോയ 7 വയസ്സുള്ള കുട്ടിയെ ഈ സർക്കാർ മുക്കിൽ നിന്ന് കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഒരു റബ്ബർ പുരയിടമാണ്, ചുറ്റും വിജനമായ സ്ഥലമാണ്. ഈ കുട്ടി തൊട്ട് താഴെയുള്ള വീട്ടുകാരൊക്കെ ഒന്നും കാണാറുണ്ട് കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു. ഇത് ഇന്നേ ദിവസം ആ ദിവസം ഈ കുട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സമീപവാസിയായിട്ടുള്ള ഈ ഹനീഫ എന്ന് പറയുന്ന ആൾ പിന്നെ അവിടെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വരികയും കുട്ടിയെ കണ്ടിട്ട് അയാൾ ഈ കുട്ടിയെ മറ്റു ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ള പരാതി രക്ഷകർത്താവിൻ്റെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയുകയും തുടർന്ന് നമ്മൾ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ തടയുക എന്ന നിയമം അനുസരിച്ചുള്ള നടപടികൾ
സ്വീകരിച്ച് അയാളെ കോടതിയിലായിരുന്നു. പുനലൂർ SI TS ശിവപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ വീട്ടിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. പത്തനംതിട്ട സീതത്തോട് സ്വദേശി മണികണ്ഠനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കൂടൽ സ്വദേശിയായ 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഇരയാക്കിയതിന് പത്തനംതിട്ട സീതത്തോട് കൊച്ചുകോയിക്കൽ മാധവകൃപയിൽ മണികണ്ഠനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കളില്ലാത്ത കുട്ടി അഞ്ചൽ ബാലാശ്രമത്തിൽ അന്തേവാസിയായിരുന്നു. ഇവിടെ വാർഡനായിരുന്നു മണികണ്ഠൻ. പീഡനത്തെ തുടർന്ന് കൂടലിൽ തന്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക് കുട്ടി തിരികെ പോയി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കരവാളൂരിൽ നിന്നും അഞ്ചൽ SI സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പുനലൂർ നഗരസഭ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. 13 കുട്ടികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ രോഗികളായ കുട്ടികൾക്കുള്ള ഭക്ഷണം, മരുന്ന്, വസ്ത്രം എന്നിവയടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ 13 കുട്ടികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. രാവിലെ 10 മണി മുതൽ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ വീടുകളിലെത്തി നഗരസഭാ ചെയർമാൻ നേതൃത്വത്തിലുള്ള സംഘം കിറ്റുകൾ വിതരണം ചെയ്യുകയായിരുന്നു. വീടുകളിലെത്തിയ ചെയർമാനോട് കുട്ടികളുടെ മാതാപിതാക്കൾ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അവതരിപ്പിച്ചു. നഗരസഭയുടെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് കിറ്റുകൾ വിതരണം നടത്തിയത്. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, വൈസ് ചെയർപേഴ്സൺ K പ്രഭ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജിനാഥ്, സുബിരാജ്, R രാജീവ്, ഷേർലി പ്രദീപ് ലാൽ, K കനകമ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തമിഴ്നാടിന്റെ സ്വന്തം കപ്പലണ്ടി കൃഷി കേരളത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിക്കുകയാണ് കോട്ടവാസൽ മറ്റത്തിൽ വീട്ടിൽ ജോഷി. തെന്മല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇത് ആര്യങ്കാവ് കോട്ടവാസൽ മറ്റത്തിൽ വീട്ടിൽ ജോഷി. തമിഴ്നാടിന്റെ സ്വന്തം കൃഷിയായ നിലക്കടല കേരളത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിക്കുന്നതാണ് ഈ കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. നിലക്കടല കൃഷിക്ക് കേരളത്തിൽ കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഈ കൃഷി ഇറക്കാൻ തീരുമാനിച്ചതാണ് ജോഷിയെ മറ്റു കർഷകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് പോകും വഴി ദേശീയപാതയോരത്ത് ഏക്കറു കണക്കിന് നിലക്കടല കൃഷി സ്ഥിരമായി കാണാറുള്ള ജോഷി തന്റെ 1/2 ഏക്കർ മലഞ്ചെരുവിൽ നിലക്കടല കൃഷി പരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. 90 ദിവസം കൊണ്ട് വിളവെടുക്കാം എന്നതാണ് ജോഷിയെ രണ്ടും കൽപ്പിച്ച് കൃഷി ഇറക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം. 45 ദിവസം പിന്നിടുമ്പോൾ ഉഴുതുമറിച്ച മണ്ണിൽ നിലക്കടലയ്ക്ക് ചാണകവും ആഴ്ചയിൽ ഒരിക്കൽ വെള്ളവും നനയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. പരീക്ഷണ കൃഷി ആയതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ നിന്നുമാണ് വിത്ത് വാങ്ങി നട്ടത്. എന്നാൽ വന്യമൃഗശല്യം കാരണം രാവും പകലും കാവൽ കിടക്കേണ്ടതൊഴിച്ചാൽ വിളവെടുക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ലെന്നാണ് ജോഷി പറയുന്നത്. ഇതൊരു ഇടകൃഷിയാണ്. ഇനിയൊരു 3 മാസത്തേക്ക് ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, വേനൽ കാരണം. അതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തിയതാണ്. കേരളത്തിൽ നെൽക്കടല ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊരു പരീക്ഷണം നടത്തുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് 1/2 ഏക്കർ സ്ഥലത്ത് നെൽക്കടല ഇട്ട് ഇപ്പോൾ 1.5 മാസമായി. ഇനി 1.5 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാവുന്നതാണ്. ഇതിന് 50,000 രൂപയോളം മുടക്കുകളുണ്ട്. ഇത് നെൽക്കടല വിജയിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ മെച്ചമായിട്ട് ഇത് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയുള്ള അയൽവക്കക്കാരെയും കൂട്ടി അവരെ ഈ കൃഷിയിലേക്ക് പ്രേരിപ്പിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. പരിപാലനം ഇത് നല്ലപോലെ കിളച്ച് മണ്ണിളക്കിയിട്ട് ഇത് ഓരോ വിത്ത് വീതം 2 വിത്ത് വീതം കുഴിക്കകത്തിട്ട് മൂടി, പിന്നെ നമ്മൾ 2 കളയെടുപ്പം മണ്ണും കൂട്ടി കൊടുക്കണം. പിന്നെ ഉണക്കായതുകൊണ്ട് ഇച്ചിരി വെള്ളം ഞാൻ തളിക്കുന്നുണ്ട്. ഇനി 1.5 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ വിളവെടുപ്പ്. 90 ദിവസമാണ് ഇതിൻ്റെ വിളവ്. വിപണി ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇത് തമിഴ്നാട്ടിൽ ഒരു പക്കായ്ക്കാണ് കൊടുക്കുന്നത്. പക്ക 20 രൂപയാണ്. 20 രൂപ ഇപ്പം 30 രൂപ എന്നൊക്കെ പറയുന്നത് കേട്ട്. ഇനി അന്നേരം ഇതിൻ്റെ വില അറിയത്തുള്ളൂ. ഇത് എടുക്കുന്ന സമയത്ത് ആർക്കും കടലയില്ലാത്തൊരു സമയമാണ് ഇത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു അതിശയമായിട്ടാണ് ഈ നെൽക്കടല ഇത് മാറിയിരിക്കുന്നത്. ജോഷി എന്ന കർഷകൻ മുൻപും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്വന്തം പറമ്പിൽ രാസവളം ഉപയോഗിക്കാതെ കപ്പ കൃഷി ചെയ്ത് ജോഷി ഒരു മൂട്ടിൽ നിന്നും 90 കിലോ കപ്പ വിളവെടുക്കുകയും കിലോയ്ക്ക് 5 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. നിലക്കടല കൃഷിക്ക് തുടക്കത്തിൽ കൃഷിവകുപ്പിൽ നിന്നും സഹായങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ നിലക്കടലത്തോട്ടം കൃഷിവകുപ്പ് പ്രദർശനത്തോട്ടമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറ സൈഡ് വാൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചു. ഉദ്ദിഷ്ടാകാര്യസാധ്യതയായി നിരവധി ഭക്തർ പൊങ്കാലയർപ്പിച്ചു. ക്ഷേത്ര പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജകളും വിവിധ കലാപരിപാടികളും നടത്തി. സന്ധ്യാദീപാരാധനയും അഷ്ടോത്തര നീരാഞ്ജന ദർശനവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ സമൂഹ പൊങ്കാലയും നടന്നു. ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനായി നിരവധി ഭക്തർ പൊങ്കാലയർപ്പിച്ചു.
ഉച്ചയ്ക്ക് മഹാ അന്നദാനവും നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വീരണക്കാവ് രാജേഷ് കൃഷ്ണൻ പോറ്റി, മേൽശാന്തി ബ്രഹ്മശ്രീ മധുര NS സന്തോഷ് എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. പത്തനാപുരം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയായ ദർപ്പണം കലാസാഹിത്യവേദിയുടെ പ്രവർത്തകർ 4 ദശാബ്ദത്തിനു ശേഷം വീണ്ടും ഒത്തുകൂടിയത് നവ്യാനുഭവം പകർന്നു. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. പത്തനാപുരത്തെ പുരോഗമനകാംക്ഷികളും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുമായ ഒരുപറ്റം യുവാക്കൾ ചേർന്ന് 48 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊടുത്തതാണ് ദർപ്പണം കലാസാഹിത്യവേദി. ഈ സാംസ്കാരിക വൈജ്ഞാനിക പ്രസ്ഥാനത്തിലൂടെ എഴുത്തിന്റെ ലോകത്തേക്ക് വളർന്നു വന്നവർ ഏറെയാണ്. ജീവിതയാത്രയിൽ പല മേഖലകളിലായി വഴിപിരിഞ്ഞ ദർപ്പണം കലാസാഹിത്യവേദിയിലെ അംഗങ്ങൾ പത്തനാപുരത്ത് വീണ്ടും ഒത്തുകൂടിയത് നവ്യാനുഭവം പകർന്നു. പത്തനാപുരത്തെ വ്യാപാര ഭവനിലാണ് പഴയ കൂട്ടുകാർ ഒന്നിച്ചുകൂടിയത്. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ആയിരങ്ങളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഗോപീസ് കോളേജിന്റെ ഉടമ KP ഗോപിനാഥൻ സാറാണ് ഓർമ്മയുടെ മുറ്റത്ത് പഴയ കൂട്ടുകാരെ ഒന്നിപ്പിച്ചത്. ദർപ്പണം കലാസാഹിത്യവേദിയുടെ 48ാമത് വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ M മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്വാൻ CG വർഗീസ്, പ്രൊഫസർ M മുരളീധരൻ നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ MV തോമസ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി വിഷയാവതരണം നടത്തി. ഭരണകൂടത്തില് നമുക്ക് വന്നിരിക്കുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ കലോത്സവം നടക്കുന്നിടത്ത് ഓരോ ജില്ലകളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം സമ്മാനത്തിന് 1 ലക്ഷം രൂപ, 2ാം സമ്മാനത്തിന് 75,000 രൂപ, ആയിക്കോട്ടെ കേട്ടോ. 3ാം സമ്മാനത്തിന് 50,000 രൂപ. കൈക്കൂലി കൊടുത്താൽ സമ്മാനം. വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ
കലാപരമായി കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകങ്ങളാണ്. അവിടെ നല്ല മികച്ച നിലവാരം പുലർത്തുന്ന കുട്ടികൾ പുറന്തള്ളപ്പെടുകയും കൈക്കൂലി കൊടുക്കുന്നവർ സമാനമായിട്ട് പോവുകയും അവർ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയി അതിലും കൂടി കൈക്കൂലി കൊടുക്കുന്നവർ അവിടെ വലിയ കലാകാരന്മാരായി ഒരു സ്ഥിതിവിശേഷത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തിൽ ഇത് നമ്മുടെ എല്ലാ തലങ്ങളിലും എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് പത്രങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതിയുടെ കഥകൾ മാത്രമാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചർച്ചയിൽ പങ്കുകൊണ്ട് സംസാരിച്ചു. പ്രശസ്ത പത്രപ്രവർത്തകൻ പോൾ മണലിൽ രചിച്ച ബഷീർ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ഞാൻ ദർപ്പണത്തിൽ വരുന്നത് 70കളിലാണ്. 70കൾ എന്ന് പറയുന്നത് മലയാളത്തിലെ സാഹിത്യ രംഗത്തെ വസന്തത്തിന്റെ ഒരു ഇടിമുഴക്കം നടന്ന കാലഘട്ടമാണ് 70കൾ. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ മനോരമ പത്രമോ എൻ്റെ വീട്ടിൽ മനോരമ ആഴ്ചപ്പുറത്ത് മാത്രമേ ഉണ്ടായിരുന്നു. വസന്തത്തിന്റെ ഇടിമുഴക്കം എൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശ്രമിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിൻ്റെ അലയൊലികൾ ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദർപ്പണത്തിലായിരുന്നു അതിൻ്റെ അലയൊലികൾ ഉയർന്നത്. അന്നൊക്കെ ദേശാഭിമാനി വാരിക, മാതൃ വാരിക ഇതൊക്കെ വായിച്ചിരുന്ന ആളുകളാണ് ഈ ചർച്ചയ്ക്ക് വന്നിരുന്നത്. ഞാനിതൊന്നും വായിച്ചിരുന്നൊന്നുമില്ല. എനിക്ക് എഴുതുകാരൊന്നും തന്നെയില്ല. സ്കൂൾ ലൈബ്രറിയിൽ നമ്മുടെ ഡ്രാക്കുള അതിൻ്റെ വിവർത്തനവും ഇങ്ങനെയുള്ള നോവലുകൾ സ്കൂൾ ലൈബ്രറിയിൽ നമ്മുടെ 14 സ്കൂളിലെ ലൈബ്രറിയിൽ വായിച്ച് രസിക്കുന്നത് മുട്ടത്തുറക്കി ഞാനും ഇതിനുള്ള എഴുത്തുകാർ വേളുകൃഷ്ണൻകുട്ടി ഇവരെല്ലാം പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ വേളുകൃഷ്ണൻകുട്ടി ദർപ്പണത്തിൻ്റെ ഒരു പരിപാടി ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ് ദർപ്പണം എന്ന് പറയുന്നത്. മഞ്ചള്ളൂർ രവി, മത്തായി ആലുമൂടൻ, N ഗോപിനാഥ്, PSM ബഷീർ, ശ്യാം പത്തനാപുരം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചു. പ്രദേശവാസികളുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി. ആലഞ്ചേരി ഏലാമുറ്റം അഭിലാഷ് ഭവനിൽ തുളസിയുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിനാണ് തീപിടിച്ചത്. പുതിയ സിലിണ്ടർ ഘടിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത്. സിലിണ്ടറിലെ അടപ്പും വാഷറും ഇളകി മാറിയതിനെ തുടർന്ന് ഗ്യാസ് ചോർന്നു. തുടർന്ന് അടുക്കളയിലെ മറ്റൊരടുപ്പിൽ നിന്നും തീ പടർന്നു പിടിക്കുകയായിരുന്നു. തീ ആളിപ്പടർന്നതോടെ വീട്ടുകാരും പരിസരവാസികളും ഏറെ പണിപ്പെട്ട് സിലിണ്ടർ സമീപത്തെ കുളത്തിൽ തള്ളിയാണ് അപകടം ഒഴിവാക്കിയത്. അഗ്നിശമന സേനയുടെ പുനലൂർ യൂണിറ്റും സ്ഥലത്തെത്തിയിരുന്നു. ഗ്യാസ് നമ്മൾ പുതിയ സിലിണ്ടർ അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ പുറത്ത് തീ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ അടുപ്പിൽ. അന്നേരം ആദ്യത്തെ ഫസ്റ്റിൽ ആ ക്യാപ്പ് ഊരിയപ്പോഴേ ഇതിനകത്തു നിന്നുള്ള ഇന്നർ നോബും എല്ലാം കൂടെ തെറിച്ച് നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇന്നർ നോബും എല്ലാം കൂടെ തെറിച്ച് പോയി. അന്നേരം പുറത്തെ തീയിലേക്ക് ഗ്യാസ് സ്പ്രെഡായി തീ പിടിച്ച് അവരുടെ അടുക്കളയും പുറത്തെ ഇത് കഥകളും എല്ലാം കത്തിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അന്നേരം നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ സിലിണ്ടറിനകത്തുനിന്ന് അകത്തെ നോബും എല്ലാം കൂടെ തെറിച്ചങ്ങ് പോയി. നമ്മൾ ഒരു വെള്ള ക്യാപ്പുണ്ട് ആദ്യമേ, ആ ക്യാപ്പ് ഊരിയപ്പോഴേ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. 36ാമത് പത്തനാപുരം സെന്റർ മർത്തോമ കൺവെൻഷൻ ഡോക്ടർ ഫിലിപ്പോസ് ഫർ ക്രിസ്റ്റോസ് മർത്തോമ വലിയ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ജനുവരി 17 വരെയാണ് കൺവെൻഷൻ. പിന്നെ ഗ്രീക്കിലുള്ള ഗ്രീക്ക് ഭാഷയിലുള്ള ഒരർത്ഥം, ഒരു വാക്ക്, ടു മിസ് ദ മാർക്ക്. നമ്മുടെ ജാഗ്രത. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു പൂവെടുത്ത് ആ കുഞ്ഞിൻ്റെ മുഖത്തോട് എറിഞ്ഞാൽ അത് എവിടെ വീഴുകയാണെങ്കിൽ പാപം ചെയ്തെന്ന്. നമുക്കുള്ള ഗുണം നമ്മളങ്ങനെ എറിഞ്ഞ് പിന്നത് സാധിക്കണമെന്ന് വിചാരിച്ച് ചെയ്യല്ല, ചെയ്യുമ്പോൾ സാധിച്ചു കിട്ടുന്നത് നടന്നോട്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് ഒരു മാങ്ങായിട്ട് എറിഞ്ഞ്, ഒരു കല്ലെടുത്തിട്ട് മാങ്ങായിട്ട് എറിഞ്ഞ് മാങ്ങ വീണില്ലെങ്കിൽ പറയും അവൻ പാപം ചെയ്തു. നമുക്കങ്ങനെ വരത്തില്ല. നമ്മൾ വീണെങ്കിൽ പറയും വീഴാൻ എറിഞ്ഞതാണ്, വീണില്ല പറയും വീഴാതിരിക്കാൻ എറിഞ്ഞതാണ്. ഈ കൺവെൻഷൻ കൊണ്ട് എന്ത് സാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും? ഇവരോട് മാത്രം എന്തിനായി നോക്കുന്നു? കളങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അമ്മയുടെ കാലത്ത് കച്ചമുറിയാൽ ഒരു സ്വല്പം പെൻസിലിൻ്റെ അച്ഛൻ കൊണ്ട പാടുണ്ടെങ്കിൽ കളങ്കമാണ്. ഇന്ന് എത്ര രൂപ കൊടുത്താണ്
ഉള്ള വേണ്ടാത്ത പടമെല്ലാം കൂടെ വരച്ചുകൊണ്ട് വരുന്നത്. അതെ, അവിടെ ഇരിക്കുന്ന സ്ത്രീകളുടെ സാരിയെ നോക്കാമേ എന്തെല്ലാം പടങ്ങൾ ഏതെല്ലാം നിറത്തിലൊക്കെ ഉള്ള മഷിയെല്ലാം ഉണ്ട്. കളങ്ങളാവണം ആണോ? അപ്പോൾ കളങ്കം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹം അംഗീകരിക്കാത്തതെല്ലാം കളങ്കമാണ്. അതായത് ഈ സമൂഹത്തിൽ അംഗീകരിക്കാത്ത കാര്യം അത് നിങ്ങൾ ചെയ്യും. പത്തനാപുരം സെന്റർ ഇടവകകളുടെ ആഭിമുഖ്യത്തിൽ ഇടത്തറയിൽ ജനുവരി 17 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. സമാപന യോഗത്തിൽ അടൂർ ഭദ്രാസന അധ്യക്ഷൻ ജോസഫ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത മുഖ്യ സന്ദേശം നൽകും. സമാപന യോഗത്തിൽ അടൂർ ഭദ്രാസന അധ്യക്ഷൻ ജോസഫ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത മുഖ്യ സന്ദേശം നൽകും. 16 ശനിയാഴ്ച നടക്കുന്ന യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്ത സന്ദേശം നൽകും. റവറന്റ് ഡോക്ടർ കാട്ടാക്കട പ്രേംജിത്ത് കുമാർ, റവറന്റ് ഡോക്ടർ ഗോഡ്വിൻ ജോർജ്, റവറന്റ് എ ടി തോമസ്, റവറന്റ് ഫാദർ ഗീവർഗീസ് കോശി, റവറന്റ് ഡോക്ടർ ജോസഫ് കുരുവിള, ഡോക്ടർ തോമസ് ജോർജ് തുടങ്ങിയ പ്രമുഖർ വിവിധ യോഗങ്ങളിൽ സംബന്ധിക്കും. റവറന്റ് മാത്യു സക്കറിയ, റവറന്റ് പ്രജീഷ് മാത്യു, വി ജി രാജൻ, സാം വി ചാണ്ടപ്പിള്ള, റവറന്റ് സ്റ്റീഫൻ മാത്യു, എബ്രഹാം വർഗീസ് എന്നിവരാണ് കൺവെൻഷൻ കമ്മിറ്റി ഭാരവാഹികൾ. ഉദ്ഘാടന സമ്മേളനത്തിൽ വിവിധ ഇടവകകളിൽ നിന്നായി 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സമാപന യോഗത്തിൽ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ തിരുമേനിക്ക് പത്തനാപുരം സെന്ററിന്റെ യാത്രയയപ്പും നൽകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പട്ടികവർഗക്കാർക്കായി മണിയാർ ചേറ്റുകുഴി പട്ടികവർഗ കോളനിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള 2015-16 പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മെഡിക്കൽ ക്യാമ്പിൽ മണിയാർ ചേറ്റുകുഴി പട്ടികവർഗ കോളനിയിൽ വെച്ച് സംഘടിപ്പിച്ചു. നഗരസഭയും സർക്കാർ ആയുർവേദ ആശുപത്രിയും സംയുക്തമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ എം ആർ മിനിയുടെ നേതൃത്വത്തിൽ രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു തനതായിട്ടുള്ള സംരംഭമാണ് ഈ ആയുർവേദം എന്ന് പറയുന്ന രംഗം. ലോകത്തെ തന്നെ വലിയ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാം ഇപ്പം മരുന്ന് കഴിച്ചെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ അലോപ്പതി ഗുളിയെ മരുന്ന് കഴിക്കണം, വേണ്ടേ? അതേപോലെ ഡോക്ടർ ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കണം, ECG ഒക്കെ എടുക്കണം, എന്നാലേ നമുക്ക് മരുന്ന് കഴിച്ചതായിട്ടൊരു ഫീലിംഗ് വരും. പക്ഷെ നിങ്ങൾ കാണേണ്ടത് വലിയ നല്ല നിലയിൽ എത്രയോ രോഗങ്ങൾക്ക് അലോപ്പതിക്ക് പോലും ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ നാടിന്റെ തനതായിട്ടുള്ള ആയുർവേദ വൈദ്യ മേഖല. അപ്പൊ ആയുർവേദ രംഗത്ത് നമ്മുടെ ഡോക്ടർമാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അലോപ്പതി മരുന്നുകൾ കഴിച്ചും പ്രയോജനമില്ലാത്ത അസുഖങ്ങൾക്ക് വരെ ആയുർവേദത്തിൽ മരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. സുഭാഷ് ജിനാഥ്, സിന്ധു ബൈച്ചു, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ.
പാരിപ്പള്ളി പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിൽ ഉത്സവം ഭക്തിസാന്ദ്രമായി. ജനുവരി 20-ന് തിരു ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. തെക്കൻ കേരളത്തിൽ തുല്യ പ്രാധാന്യത്തിൽ 2 ധ്വജപ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രം. ജനുവരി 11-ന് തൃക്കൊടിയേറ്റോടുകൂടി ആരംഭിച്ച മഹോത്സവം 20 ബുധനാഴ്ച തിരുവാറാട്ടോടുകൂടി പര്യവസാനിക്കും. യജ്ഞസ്വരൂപനായ ശ്രീ മഹാവിഷ്ണുവിന്റെയും അന്നപൂർണേശ്വരിയും ശക്തിസ്വരൂപിണിയും പരാശക്തിയുടെ ചൈതന്യവുമായ ശ്രീ ദുർഗാദേവിയുടെയും ദിവ്യ സാന്നിധ്യം കൊണ്ട് പരമപവിത്രമാണ് പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രം. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രസന്നിധിയിൽ വിവിധ കലാപരിപാടികളും വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും. ലൈവ് വാർത്ത അഞ്ചൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. 50ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നല വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് പൂർത്തിയാകാത്ത പാലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 2012-ൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മാണം ആരംഭിച്ചു. കളിയിലരികത്ത് ക്ഷേത്രം റോഡിനെയും ഇടപ്പുന്നല ഏലായെയും യോജിപ്പിക്കുന്നതായിരുന്നു പാലം. സമീപത്തെ അപ്രോച്ച് റോഡുകളുടെ വീതിയിലായിരുന്നു പാലം നിർമ്മാണം. 5 മീറ്റർ വീതിയിലും 4 മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിച്ചു വന്നത്. 2.25 ലക്ഷം രൂപയായിരുന്നു പദ്ധതിയുടെ വിഹിതം. എന്നാൽ 1.5 മീറ്റർ പാലം നിർമ്മാണം പൂർത്തിയായതോടെ പ്രവർത്തനങ്ങൾ നിലച്ചു. നിലവിലുണ്ടായിരുന്ന താൽക്കാലിക പാലം മാറ്റി ായിരുന്നു പുതിയ നിർമ്മാണ പ്രവർത്തനം. എന്നാൽ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതോടെ പ്രദേശവാസികളുടെ ഗതാഗത സംവിധാനവും നിലച്ചു. നിരവധി തവണ പഞ്ചായത്തിലും റവന്യൂ ഉദ്യോഗസ്ഥർക്കും പരാതികൾ നൽകിയിട്ടും ഫലമുണ്ടായില്ല. കാൽനടയാത്രയ്ക്കായി നാട്ടുകാർ മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ട് പുതിയ പാലത്തിലേക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അസുഖങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ രോഗികളെ എടുത്തുകൊണ്ടു പോകേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ കണ്ണങ്കോട് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രത്തിൽ ദേവസ്ഥാനത്ത് ചൈതന്യ പുനഃസ്ഥാപനം നടത്തി. കോക്കുളത്ത് മഠത്തിൽ തന്ത്രി മാധവര് ശംഭുക്കുറ്റി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചിതറ കണ്ണങ്കോട് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രത്തിൽ കോക്കുളത്തുമഠം തന്ത്രി മാധവര് ശംഭുപോറ്റി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലേക്ക് കാൽനടയായാണ് ഭക്തർ കൂടുതലും എത്തുന്നത്. ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഉച്ചയോട് നടന്ന അന്നദാനത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ 10 വയസ്സുകാരനായ മധ്യവയസ്കൻ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കിയപ്പോൾ പുനലൂരിൽ 7 വയസ്സുകാരിയാണ് 61കാരന്റെ പീഡനത്തിനിരയായത്. ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചു. പ്രദേശവാസികളുടെ അവസരോചിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവായി. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പുനലൂർ നഗരസഭ പരിഗണന അർഹിക്കുന്നവർക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും അടങ്ങുന്ന കിറ്റ് വീടുകളിലെത്തി വിതരണം ചെയ്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.